തലശ്ശേരിയിൽ ലാബ് ഉപകരണങ്ങളും മെഡിക്കൽസും വിൽപ്പന നടത്തുന്ന കടയിൽ തീപിടുത്തം. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അക്ഷയ അസോസിയേറ്റ്സിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷക്കണക്കിന് രൂപയുടെ കെമിക്കൽസും ഉപകരണങ്ങളും കത്തി നശിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് MG ബസാറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ അസോസിയേറ്റ്സിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. സമീപത്ത് ചായ കുടിക്കുകയായിരുന്നവർ പുക ഉയരുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തലശ്ശേരി ഫയർഫോഴ്സിൽ നിന്നും 3 യൂണിറ്റ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണക്കാനായത്. 3 മുറികളിലായി സൂക്ഷിച്ച ലാബ് ഉപകരണങ്ങൾ, കെമിക്കൽസ്, ഓഫീസിലെ കമ്പ്യൂട്ടർ, ഫയലുകൾ എന്നിവയെല്ലാം കത്തി നശിച്ചു. ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ PK രാജീവൻ പറഞ്ഞു. പോലീസ് ഫോൺ വിളിച്ചാണ്. പോലീസ് ഫയർഫോഴ്സ് പുക കണ്ടിട്ട് അപ്പോൾ ഞാൻ രാത്രി വന്നിട്ട് റൂം തുറന്നു കൊടുത്തവർ അപ്പോൾ തന്നെ കുറേ കത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കെമിക്കൽ ലാബ് ഉപകരണങ്ങൾ വിൽക്കുന്ന സർജിക്കൽസ് വിൽക്കുന്ന ഷോപ്പാണ്. 21 വർഷമായി പഴയ ബസ് സ്റ്റാൻഡ്. 35-40 ലക്ഷം രൂപയോളം വരും ഏകദേശ കണക്ക്. അതിന് കൂടുതലാണ് ഏകദേശ കണക്ക്. സമീപത്ത് നിരവധി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് ഇവിടെ ചായ കുടിക്കാൻ വന്ന 2 പേര് ഇത് പുക വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത്. അവർ ഫയർഫോഴ്സിലും മറ്റേ എന്നെയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ വന്നത്. അവർ 2 മണിക്കൂറത്തെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തീ കെടുത്തിയിട്ടുള്ളത്. അതിനിടയ്ക്ക് ഫയർഫോഴ്സിലുള്ള 2 പേർക്ക് ഒരാൾ ശ്വാസം മുട്ടലും ഒരാൾക്ക് കൈക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അവരെ അസാന്ത പരിശ്രമത്താലാണ് ഈ തീ ഇവിടെ കെടുത്തിയിട്ടുള്ളത്. 40 ലക്ഷത്തോളം രൂപയാണ് നഷ്ടം സംഭവിച്ചതെന്നാണ് ഉടമ രാജീവേട്ടൻ പറഞ്ഞത്. ജില്ലയിലെ ലാബ് ഉപകരണങ്ങളുടെയും കെമിക്കൽസിന്റെയും മൊത്ത വിതരണക്കാരാണ് അക്ഷയ അസോസിയേറ്റ്സ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.